മുമ്പ് കാണിച്ച ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ദാ എല്ലാം ഇതിലുണ്ട്. വായം തുറക്കൂ. നാക്കൊന്ന് നീട്ടി. ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അങ്കിൾ. അതിനു മാത്രം ഒരു കുറവും വന്നിട്ടില്ല ഡോക്ടറെ. ചെല്ലുന്നിടത്തൊക്കെ കണ്ണി കണ്ട ടെസ്റ്റുകളാ പറയുന്നത്. വീട്ടിലാണെങ്കിൽ ഇപ്പൊ പഴയതുപോലുള്ള അവസ്ഥയും അല്ല. ഏതായാലും ഇനി ഒരുപാട് ടെസ്റ്റുകളൊന്നും വേണ്ടിവരില്ല. ഇപ്പൊ എഴുതുന്ന ഈ ടെസ്റ്റ് ഒന്ന് നടത്തണം. അത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അപ്പൊ കഴിക്കാൻ വരുന്നൊന്നുമില്ലേ? തൽക്കാലം കഴിച്ചോണ്ടിരുന്നതിന് കഴിച്ചാൽ മതി. വേഗം ഈ ടെസ്റ്റ് ഒന്ന് നടത്തി വരും. റിസൾട്ട് അധികം വൈകില്ല. ഒന്നുമില്ലാന്നേ, നമുക്ക് നോക്കാം. പോയിട്ട് വാ. വലിയ ഉപകാരം ഡോക്ടറെ. എന്താ ഡോക്ടറെ ഒരു പഴയ കണക്ഷൻ? അതൊക്കെ പറയാം, പിന്നെ ആവട്ടെ. അടുത്ത ആളെ വിളിക്കൂ. ടോക്കൺ നമ്പർ 2. എന്നാലും ആ കൊച്ചു കയറി അങ്ങ് തെളിഞ്ഞല്ലോടി ലളിതേ. ആ, അതിന്റെ തലയെ വരച്ചതൊരു ഡോക്ടർ ആകണമെന്നാണെങ്കിൽ അതെങ്ങനെയൊക്കെ ഉരുണ്ട് കളിച്ചാലും അതായല്ലേ പറ്റൂ. എന്നാലും അതിന്റെ വലിയ ഭാവമൊന്നും ആ കൊച്ചിനില്ല കേട്ടോ. അത് നേരാ. ഞാൻ വിചാരിച്ചത് പണ്ട് ഞാനൊന്ന് വിരട്ടിയന്റെ കേടൊക്കെ അവൾ ഇവിടെ തീർക്കുന്ന. ഏതായാലും അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്ന് നിൽക്ക്. ഡോക്ടറെ കണ്ടോ? കണ്ടല്ലോ. ഞാനിതിന്റെ MD മകളാ, ഡോക്ടർ ശില്പ. ഡോക്ടർ ഗൗരി ഞങ്ങളുടെ പുതിയ അപ്പോയിന്റ്മെന്റാ. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നല്ല ഡോക്ടറാ മോളെ. ദേ, ഈ ടെസ്റ്റ് അത് എഴുതി തന്നതാ. ഇത് എവിടെയാ കൊടുക്കേണ്ടത്? ഇത് ഡോക്ടർ ഗൗരി എഴുതി തന്നതാണോ? എന്താ മോളെ? അല്ല, നിങ്ങൾക്ക് എന്താ അസുഖം? തൊണ്ടയ്ക്കകത്ത് ഭയങ്കര ചൊറിച്ചിലും വേദനയാ ഡോക്ടറെ. വേദന എന്ന് പറഞ്ഞ ഒടുക്കത്തെ വേദനയാ. കുറെ നാളായിട്ട് ഇങ്ങനെ വിട്ടു വന്നുകൊണ്ടിരിക്കുക. വേദന വരുന്ന സമയത്ത് ഒരു സ്പൂൺ കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. അത് ടോൺസിലൈറ്റിസിന്റേതാവും. ഇൻഫെക്ഷൻ ആവുന്നത് കൊണ്ട് ഈ അസ്വസ്ഥത. അതിന് ഈ ടെസ്റ്റിന് റെഫർ ചെയ്യേണ്ട ആവശ്യം എന്താ? മല്ലിക, ഒന്നിങ്ങ് വരൂ. എന്താ ഡോക്ടർ? ഇത് ഗൗരി തന്നെ എഴുതിയതല്ലേ? അതെ. എന്താ ഡോക്ടർ? എന്താണെന്നോ, ഇപ്പൊ ഞാനിത് കണ്ടില്ലായിരുന്നെങ്കിൽ ആകെ കുഴപ്പമായേനെ. ത്രോട്ട് ഇൻഫെക്ഷനുമായി വരുന്നവരോട് ബയോപ്സി ചെയ്യണമെന്ന് അവർ ഏത് കോളേജിലാണ് പഠിച്ചത്? സ്റ്റൂപ്പിഡ്. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, പുതിയ ആളാ. അതുകൊണ്ട് വന്നൊരു കൈപ്പിഴയാവും. കൈപ്പിഴയോ? അതെന്താന്ന് തെളിച്ചു പറ ഡോക്ടറെ. ഇത് നിങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാ. ക്യാൻസറോ? എനിക്കോ? അയ്യോ, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പുതിയ ആളായത് കൊണ്ട് പറ്റിയൊരു അബദ്ധമാ. ക്ഷമിച്ചൂടെ? ക്ഷമിക്കാനോ? അവളെ പണ്ടേ എനിക്കറിയാം. അത് ശരി, അവള് പവിത്രനായിട്ട് പണിയിറക്കിയതാണല്ലേ. എന്നാൽ അതൊന്ന് കണ്ടിട്ടെന്നെ കാര്യം. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഉണ്ടാക്കണ്ടെന്നോ? ഇപ്പൊ തന്നെ 100 ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതിലൊന്നും ഈ ഒരു കുഴപ്പമുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ആ കൊച്ചിന് മാത്രം എന്താ ഇങ്ങനെ? സത്യം പറ ഡോക്ടറെ, ആ പെണ്ണ് ശരിക്കും ഡോക്ടർ തന്നെയാണോ, അതോ നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി? സോറി, അതൊക്കെ നിങ്ങൾ MD-യോട് നേരിട്ട് ചോദിച്ചാൽ മതി. MD-യോടും തെണ്ടിയോടും ഒന്നും എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഞാനേ അവളോട് നേരിട്ട് ചോദിക്കും. പവിത്രൻ ആള് കച്ചടയാണെന്ന് അവൾക്ക് പണ്ടേ അറിയാവുന്നതാ. ദേ, നിങ്ങൾ ഇനി അതിനോട് ചോദിക്കാനും പറയാനൊന്നും പോകണ്ട. പറയാനുള്ളത് ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഇതിന്റെ ഉടയനോട് പറയാം. നിങ്ങളൊന്ന് വന്നേ, ഇങ്ങോട്ട് വരാൻ. വരുന്നവരോട് എന്ത് തോന്നിയാസം കാണിക്കാന്നായോ? എങ്കിലതൊന്നും അറിയണമല്ലോ. നീ വന്നേ. എന്തിനാ ഡോക്ടർ ആവശ്യമില്ലാത്തൊരു? ഹലോ,
ആവശ്യമില്ലാത്തതാണോ അല്ലയോ എന്ന് അവർ MD-യുടെ ക്യാബിനിൽ ചെല്ലും പറഞ്ഞോളും. അവളാര് ഒറ്റ നോട്ടത്തിൽ രോഗം ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ? നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, കേട്ടല്ലോ? ഇനി 2 ടാബ്ലറ്റ് എന്നുള്ളത് 1 വീതം കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ രാവിലത്തെ ആ ടോണിക്ക് മുടങ്ങാതെ കഴിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. പെയിൻ ഉണ്ടെങ്കിൽ പഴയതുപോലെ 2 ടാബ്ലറ്റ് കഴിച്ചോട്ടെ ഡോക്ടർ? അതെന്താ, പെയിൻ വരണമെന്ന് ഇയാൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ, അതോ ടാബ്ലറ്റ് കഴിക്കാൻ അത്ര ഇഷ്ടമായതുകൊണ്ടോ? സുഹൃത്തെ, കയ്യിലിരിക്കുന്ന മരുന്ന് ഡംപ് ചെയ്യാനുള്ളതല്ല ശരീരം. ഓക്കെ. ആ, ഇൻഫെക്ഷൻ മാറിയതുകൊണ്ട് ഇനി പെയിൻ ഉണ്ടാവില്ല. താനൊന്ന് പറയ്. എനിക്ക് താൻ ഡോക്ടറെ ധൈര്യമായി കാണണം. പോയിക്കോ. ശരി സാർ. വിടറോ. എടാ, പിടിക്കരുത്. വിടറോ. പറയാനുള്ളത് പറയട്ടോ. അറിയേണ്ടതൊക്കെ അറിയട്ടെ. നീ കയറി വാവണ്ണേ. ഇങ്ങടോ, ഡോക്ടറെ കാണിക്ക്. ആരാ നിങ്ങള്? അയ്യോ, ഞാനൊരു പാവമാണേ. എന്റെ ഡോക്ടറെ, ഈ ആശുപത്രിയെ കുറിച്ച് കൊള്ളാവുന്നത് ചിലതൊക്കെ കേട്ടതുകൊണ്ടാ എന്റെ അസുഖം ഇവിടെ കാണിച്ച് ചികിത്സിക്കാന്ന് വെച്ച്. പക്ഷേ ഇതുപോലുള്ള ഞാഞ്ഞൂലുകളാ ചികിത്സിക്കാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് വന്നപ്പോഴാ അറിഞ്ഞത്. ആദ്യം നിങ്ങൾ ഒച്ച താഴ്ത്തി മര്യാദയ്ക്ക് സംസാരിക്കേ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എന്താ കാര്യം? ഇങ്ങേർക്ക് തൊണ്ടയ്ക്ക് വേദനയായിട്ട് വന്നതാ സാറേ. കാര്യങ്ങളൊക്കെ കേട്ടപ്പം ആ ലേഡി ഡോക്ടർ ഒരു ടെസ്റ്റിന് എഴുതി തന്നു. അത് ക്യാൻസറിനുള്ള ടെസ്റ്റ് ആണെന്ന് വേറൊരു ഡോക്ടർ ഈ ചീട്ട് നോക്കിയിട്ട് പറഞ്ഞു. ദാ ആ ഡോക്ടർ പെണ്ണ് എഴുതി തന്ന ടെസ്റ്റാ ഇത്. അതെ, ഇതാണ് ഇവിടുത്തെ ഇടപാടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മൂക്കി പരുവായിട്ട് വരുന്നവനെ മൂലക്കുരുവിന് ചികിത്സിക്കുന്ന ഇടപാടായിപ്പോയി. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇതിലില്ലല്ലോ. ബയോപ്സി ടെസ്റ്റ് നടത്തുന്നത് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ മാത്രമല്ല. വേണ്ട സാറേ, കൂടുതലൊന്നും പറയണ്ട. ഒക്കെ എനിക്ക് മനസ്സിലായി. അവള് മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ ചെയ്ത പണിയായത്. നിങ്ങളെ മനഃപൂർവ്വം ആ കുട്ടി എന്തിനു ദ്രോഹിക്കണം? ആ കഥയൊന്നും സാറിന് അറിയത്തില്ല. ഞാനും അവളുമായിട്ടേ പണ്ട് കുറച്ച് മുഷിച്ചില്ലായിരുന്നു. അവളുടെ അച്ഛൻ തരാനുള്ള കാശിന്റെ പേരിൽ. അതിന്റെ വൈരാഗ്യം തീർത്തതാ അവളിപ്പോ ഇവിടെ. ഇയാള് പറയുന്നതിലും കാര്യമുണ്ട് ഡാഡി. ഡോക്ടർ ഗൗരി ഇയാളോടുള്ള ഗ്രഡ്ജ് തീർത്തതാ. വന്ന ദിവസം തന്നെ എങ്ങനെ ഒരു വൃത്തികേട് അവള് കാണിക്കരുതായിരുന്നു. ശില്പ, ബിഹേവ് യുവർസെൽഫ്. ഞാൻ പറഞ്ഞതിൽ എന്താ ഡാഡി തെറ്റ്? ഇയാളോടുള്ള വിരോധം തീർക്കാൻ ഗൗരി മനഃപൂർവ്വം എഴുതിയൊരു നോട്ടാ ഇത്. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇയാൾ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് തോന്നാനും മാത്രമുള്ള മിടുക്ക് ഗൗരിക്കുണ്ടോ? അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡാഡിയോടോ മറ്റ് സീനിയർ ഡോക്ടേഴ്സിനോടോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗൗരി വ്യക്തി വൈരാഗ്യം തീർത്തതാണെന്ന്. സോറി, ദയവ് ഇത് നിങ്ങളിതൊരു ഇഷ്യൂ ആക്കരുത്. മാനേജ്മെന്റിന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. എന്തോന്ന് സോറി? ശമ്പളം കുറച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞേ ഇതുപോലുള്ള ഊള പിള്ളേരെ വിളിച്ച് ഈ പണിക്ക് ഇരുത്തരുത്. ദേ, ഈ കൊച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം പവിത്രം പോവാ. വേണമെങ്കിൽ സാറ് പരിശോധിക്കും. അയ്യോ വേണ്ടായേ, രാവിലത്തെ ഒറ്റ പരിശോധന തന്നെ ധാരാളം. ഇനി എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഈച്ച കുഞ്ഞു പോലും ഈ ഹോസ്പിറ്റലിൽ വരാതിരിക്കാനുള്ള പണി ഞാൻ നോക്കിക്കോളാം. വാടിങ്ങോട്. കുറെ കണ്ണിച്ചോരയില്ലാത്ത ദയാന്ത് പേരെഴുതി വെച്ചാലേ എല്ലാം ആയല്ലോ. വാടി അങ്ങോട്ട്. ദേ, എല്ലാവരുടെ അറിവിലേക്കായി പറയാ, ഇവിടെ ഗൗരി എന്ന് പറഞ്ഞ ഒരുത്തി പുതുതായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. അറിയാതെ പോലും അവളുടെ അടുത്തേക്ക് പോയിക്കരുത്. അവൾ തട്ടിപ്പാ, ഭൂലോക തട്ടിപ്പ്, വ്യാജനാ, വ്യാജൻ. അവളുടെ അടുത്ത് പോയി പറ്റിയിട്ടിരിക്കോ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പുറത്തു പോകണം. ദേ, ഇയാളാരെയും വരട്ടിയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇവിടെ പെറ്റിയിടക്കാനൊന്നും വന്നതല്ല. കുറെ തല്ലിപ്പള്ളി ഡോക്ടർമാരെ വെച്ചിട്ട് വലിയ കേമത്തരം പറയുന്നു. എന്താ ഏട്ടാ പ്രശ്നം? പ്രശ്നം എന്താന്നോ? ഇവിടെ തൊണ്ടവേദനയായിട്ട് വന്നാൽ ചികിത്സിക്കുന്നത് ക്യാൻസറിനാ. ദേ, ഈ പച്ചക്കിരിക്കുന്ന മനുഷ്യന് ക്യാൻസർ ആണെന്നാ ഇവിടെ ഒരുത്തിയുടെ കണ്ടുപിടുത്തം. ഞങ്ങളിനി ഇങ്ങോട്ടില്ലേ? നിങ്ങൾ വാ മനുഷ്യ, വാ. ദേ, ജീവന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ കൊള്ളാവുന്ന ആശുപത്രിയിലും എല്ലാം പൊയ്ക്കോ. വാ, നടക്ക്. മാറങ്ങോട്ട്. ഇങ്ങനെ മുഖം കുറിച്ച് നിൽക്കാനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പവിത്രൻ എന്ന പേഷ്യന്റെ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
സത്യമാണെന്ന് ഡോക്ടർ ഗൗരിയുടെ മുഖം കണ്ടാൽ അറിയില്ലേ ഡാഡി? തുടങ്ങിയ ദിവസം തന്നെ ഡോക്ടർ ഒന്ന് ആഘോഷമാക്കിയതാ കുഴപ്പമായത്. നിന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി. ഗൗരി, എന്റെ പേഷ്യൻസിനോട് ഒരു വിധത്തിലുള്ള അപമര്യാദയും ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. അതിനെ ആരാണെന്ന് പറഞ്ഞാലും. സർ, ദയവ് ഇതെന്നെ വിശ്വസിക്കണം. അയാളും ഞാനും തമ്മിൽ നേരത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അയാൾ കരുതും പോലെ ഞാൻ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ത്രോട്ട് ഇൻഫെക്ഷനായി വന്നയാൾക്ക് നീ ബയോപ്സിക്ക് എഴുതി? ശില്പ, ഡാഡി എന്നെ വിലക്കണ്ട. ഈ ഹോസ്പിറ്റലിലെ ഗവേണിംഗ് ബോഡി മെമ്പർ എന്ന നിലയ്ക്ക് ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. പണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയപ്പോ പേഷ്യന്റിന്റെ കംപ്ലൈന്റ് ഇല്ലാതിരുന്നിട്ട് കൂടി ഡാഡി എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മകളോട് കാണിക്കാത്ത പരിഗണന ഇപ്പൊ എന്ത് ഈ ഡോക്ടറോട്? അതോ പ്രിയപ്പെട്ട ശിഷ്യയ്ക്ക് ഏത് കാര്യത്തിനെന്ന പോലെ ഇതിന് കൺസെഷൻ ഉണ്ടോ? ഡോക്ടർ, ഗൗരി ഡോക്ടർ മനഃപൂർവ്വം അയാളെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അയാൾ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവരെ പരിചയപ്പെട്ടിട്ട് 1 മണിക്കൂർ കഷ്ടിച്ചായില്ലല്ലോ. അതിനു മുമ്പ് നിങ്ങൾ ഇവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റും കൊടുത്തോ? നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം നോക്കിയാൽ മതി. ഇനഫ്. ചോദിക്കേണ്ടവരോട് ചോദിക്കേണ്ട പോലെ ഞാൻ ചോദിച്ചോളാം. യെസ് ഡോക്ടർ ഗൗരി, ഇന്ന് നടന്ന സംഭവത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇപ്പത് ബോധ്യപ്പെടുന്നതിനൊപ്പം നിങ്ങൾ MDക്ക് മെയിലും ചെയ്തിരിക്കണം. സർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ സാർ മനസ്സ് കാണിക്കണം. പവിത്രൻ എന്ന പേഷ്യന്റിന് അകാരണമായി ഞാൻ ബയോപ്സിക്ക് എഴുതിയെന്നുള്ളതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. ബട്ട് സർ, ഞാൻ ആ ടെസ്റ്റിന് എഴുതിയത് അയാളുടെ കേസ് ഹിസ്റ്ററി മുഴുവൻ പഠിച്ചിട്ടാണ്. അത് സാറിന് എന്റെ ടേബിൾ നോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഒരുമാതിരിയുള്ള എല്ലാ ടെസ്റ്റുകളും ഒന്നിലേറെ തവണ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ടുകളും അയാൾ പറഞ്ഞ സിംറ്റംസും വെച്ച് നോക്കുമ്പോൾ ബയോപ്സി ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നി. രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നത് നേരെ അങ്ങ് ബയോപ്സിക്ക് വിട്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടേഴ്സിന്റെ ആവശ്യം എന്താ? കുറച്ച് ലാബ് ടെക്നീഷ്യൻസ് പോരെ, അല്ലേ ഡാഡി? അങ്ങനല്ലെന്നറിയാം സർ. വേണമെങ്കിൽ പ്രിലിമിനറി ടെസ്റ്റ് മുതൽ എനിക്ക് അയാളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ മുമ്പ് കണ്ട ഓരോ ഡോക്ടേഴ്സും പറഞ്ഞതനുസരിച്ച് ഇതിനോടകം തന്നെ 2-3 തവണ അയാൾ കുറെ ടെസ്റ്റുകൾ നടത്തിയിരിക്കുന്നു. റിസൾട്ട് എല്ലാം സെയിമുമാണ്. പിന്നെ അയാളെ കൊണ്ട് അനാവശ്യമായി കാശ് ചെലവാക്കിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ബയോപ്സിക്ക് റെഫർ ചെയ്തത്. രോഗികളുടെ പോക്കറ്റിന് താങ്ങാവുന്നതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞത് മനസ്സിലുള്ളതുകൊണ്ടാ ഞാനങ്ങനെ. ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് തന്റെ ഫൈൻഡിങ്സിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു സീനിയറിനോട് എന്തുകൊണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തില്ല? സാറിനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കിലായതുകൊണ്ടാ ഞാൻ. നോ, ദാറ്റ്സ് നോട്ട് എ റീസൺ. തന്റെ നിഗമനങ്ങൾ തെറ്റാവില്ലെന്നുള്ള ഈഗോ കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അതാണ് ഉണ്ടായത്, അല്ലേ? അത് തന്നെയാണ് കാര്യം ഡാഡി. വന്നന്ന് തന്നെ താനൊരു സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ടാവും ഡോക്ടർക്ക്. തലപ്പത്തുനിന്ന് കുറച്ച് സ്വാതന്ത്ര്യം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യണ്ടല്ലോ. ഇനി ഇത് ആവർത്തിക്കരുത്, കേട്ടല്ലോ? ഇല്ല സർ. ഇനി ഞാൻ പറഞ്ഞിട്ട് താൻ OP അറ്റൻഡ് ചെയ്താൽ മതി. അതുവരെ ഡോക്ടർ ജീവൻ അറസ്റ്റ് ചെയ്യാം. ഓക്കെ? ശരി സർ. നൗ യു മേ ഗോ. ഒന്ന് വരട്ടിയത് നന്നായി ഡാഡി. മുളയിലെ നുള്ളിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ കയറാൻ നടക്കും. യു ഷട്ട് അപ്പ്. നീ അങ്ങനെ ഒരുപാട് സ്മാർട്ട് ആവണ്ട. അത് ക്യാൻസർ പേഷ്യന്റിനുള്ള ടെസ്റ്റാന്ന് പറഞ്ഞേ അയാളെ പീരിയേറ്റ് വിട്ടത് നീയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. വന്ന പാവൊന്നും ഉറച്ചില്ല. അതിനു മുമ്പ് തുണയക്കോണം അതിന്റെ കുഴി തോണ്ടാൻ. ഇനി ഇങ്ങനെ ചീപ്പ് ഈഗോ വർക്ക് ചെയ്താൽ, അവളെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നുള്ളിക്കളയുന്നത് നിന്നെ ആയിരിക്കും. മൈൻഡ് ഇറ്റ്. ഗെറ്റ് ലോസ്റ്റ്. മോളെ, അമ്മാണോ, നെഞ്ചു വേദനിക്കുന്നുണ്ടോ നിനക്ക്? എന്താ നീയൊന്നും മിണ്ടാത്തെ? എന്ത് പറ്റി മോളു? എന്താ മോളൊന്നും മിണ്ടാത്തെ? സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ ആകെ വാടി തളർന്ന മട്ടായിരുന്നു മോൾക്ക്. കുറച്ചു മുമ്പ് പാല് കൊടുത്തപ്പോ അതപ്പടി ഛർദ്ദിക്കുകയും ചെയ്തു. മോൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോഴേ ലതേച്ചി എന്താ എന്നെയും ഗൗരിയും വിളിച്ച് അറിയിക്കാത്തെ? അത് കുഞ്ഞിന് വയ്യാത്തതാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? അത് കുഞ്ഞിന് ഇത്രയും കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കുഴപ്പമില്ലെന്ന് ലതേച്ചി തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മെഡിസിൻ കിട്ടി. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ഞാനിപ്പോ കൃഷ്ണേട്ടനെ വിട്ട് വാങ്ങിയതാ. അമ്മ ലൂസേ, നമുക്ക് ഈ മരുന്ന് കുടിക്കണ്ടേ? എനിക്ക് വേണ്ട ജിത്തേ. ഓ
അയ്യോടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നല്ല മധുരമുള്ള മരുന്നാ. ചിറ്റ തരാം. മോള് വാ തുറന്നേ. തുറക്കും മോളെ. മോളുടെ ഉവാവ് മാറണ്ടേ? ആ തുറക്ക്. നല്ല കുട്ടിയല്ലേ? ഇത് കഴിച്ചേ. ആ മിടുക്കി. ഇനി ചിറ്റയുടെ മാളൂന് ഒരു കുഴപ്പമില്ല കേട്ടോ. പ്ലേ ടൈമിൽ ഒരുപാട് ഓടി കളിക്കരുതെന്ന് ചിറ്റ എപ്പോഴും പറയാറുള്ളതല്ലേ? അത് കേൾക്കാത്തതുകൊണ്ടാ കൂടെ കൂടെ മോൾക്ക് നെഞ്ചുവേദന വരുന്നത്. ഇനി വെയിലത്ത് കിടന്ന് ഓടി കളിക്കാൻ പോയാ ചിറ്റ അമ്മയൊക്കെ അമ്മാളൂന്റെ അടുത്ത് പിണങ്ങും. കേട്ടല്ലോ? ഇനി മോളെ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കോ ചേച്ചി. എനിക്ക് ചിറ്റയുടെ കൂടെ കിടന്നാ മതി. ചിറ്റ ഇപ്പൊ വരാടാ. മോള് പോയി കിടന്നോ. അപ്പോഴേക്കും പുതിയൊരു കഥയുമായി ചിറ്റ അങ്ങ് വരില്ലേ? മോള് വാ. വാ മോളെ. മോൾക്കിപ്പോ കൂടെ കൂടെ വയ്യാതെ വരുന്നുണ്ടല്ലോ ഗൗരി. ഹാർട്ടിന്റെ കുഴപ്പം തന്നെയാണോ? വാൽവ് വീക്കായിക്കൊണ്ടിരിക്കുക. സർജറി അധികം വൈകാതെ തന്നെ നടത്തണം നമുക്ക്. ഞാനിന്ന് ദേവൻ സാറുമായി ഇക്കാര്യം സംസാരിക്കാനായിട്ട് ഇരുന്നതാ. അതിനിടയില് അവിടെ കുറച്ച് ഇഷ്യൂസ്. ഇനി നാളെ ആവട്ടെ. അധികം നീട്ടിക്കൊണ്ടു പോകുന്നത് റിസ്ക് ആണ്. സർജറി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? പേടിക്കാനൊന്നുമില്ല. എല്ലാ സൗഭാഗ്യങ്ങളും തന്നപ്പോ കൂട്ടത്തിൽ ഇങ്ങനൊരു സങ്കടവും കൂടി കരുതി വെക്കാൻ ദൈവം മറന്നില്ല. അല്ല, അത് ഞാൻ അവളോട് ചെയ്തതിന്റെ ശിക്ഷയാ. ഒരമ്മയും സ്വന്തം കുഞ്ഞിനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ അവളോട് ചെയ്തത്. അതുകൊണ്ടാ അവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ എനിക്കിങ്ങനൊരു സങ്കടം ഈശ്വരൻ തന്നത്. എന്താ ചേച്ചി ഇങ്ങനെ? അന്ന് അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് ചേച്ചിക്ക് അമ്മാളൂനോട് തോന്നിയത് അത് ചേച്ചിയുടെ കുഴപ്പം കൊണ്ടല്ല. അന്നത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നതുകൊണ്ടല്ലേ? അന്ന് ചേച്ചി അവൾക്ക് കൊടുക്കാൻ മടിച്ച സ്നേഹത്തിന്റെ എത്രയോ ഇരട്ടി അവൾക്ക് ഇപ്പൊ ചേച്ചി കൊടുക്കുന്നുണ്ട്. മോളൂന് വയ്യാതായി എന്നറിഞ്ഞ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവളുടെ അടുത്തേക്ക് ചേച്ചി ഓടിയെത്താറില്ലേ? അവളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാറില്ലേ? അവളെ ഇത്രയും സ്നേഹിക്കുമ്പോ എന്തിനാ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കുന്നത്? എന്തോ ചില സമയത്ത് മനസ്സിൽ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകളാ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അച്ഛനെയും അമ്മയൊക്കെ സ്വപ്നം കാണുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തുന്നതായിട്ട്. അതിന്റെ കൂടെ ഇന്നലെ രാത്രി അമ്മാളിന്റെ വക ഒരു ചോദ്യവും. അവളുടെ പപ്പ എപ്പോഴാ അവളെ കാണാൻ വരുന്നതെന്ന്. അന്നേരം പെട്ടെന്ന് തോന്നിയ ഒരു കള്ളം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. പക്ഷെ എന്നും അങ്ങനെ പറ്റില്ലല്ലോ. അവളുടെ പപ്പ എവിടെയായിരുന്നു എന്ന് എന്നായാലും അവൾ അറിയേണ്ടതല്ലേ? ഒക്കെ കൂടി ഓർത്തിട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ല മോളെ. അവളുടെ പപ്പ എവിടെയാണെന്ന് അവൾ ഇപ്പൊ അറിയാതിരിക്കുന്നതാ ചേച്ചി നല്ലത്. അലൻചേട്ടൻ വരാൻ ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ. പപ്പയെ അടുത്ത് കിട്ടുമ്പോ അവൾ അതൊക്കെ അങ്ങ് മറന്നോളും. ചേച്ചിക്ക് മോളുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അവളുടെ അസുഖത്തിന്റെ കാര്യം ഓർത്തുള്ള പേടി ആദ്യം മനസ്സിൽ നിന്ന് കളയ. ഒക്കെ നേരെയാവുമെന്ന് ഞാനല്ലേ പറയുന്നത്. ചേച്ചി ഈ ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യ. അപ്പൊ ഈ മൂഡ് ഔട്ടൊക്കെ മാറും. ഞാൻ മോളുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. ഹലോ ഡോക്ടർ. ഹലോ ഗൗരി, താൻ എവിടെയാ?
വീട്ടിലാണോ? അതെ സർ. സാർ എന്താ വിളിച്ചത്? ഏയ് നത്തിങ്. വിശേഷിച്ചൊന്നുമില്ലടോ. രാവിലത്തെ ഇഷ്യൂയിൽ താൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്നറിയാം. അതൊന്നും മനസ്സിൽ വെക്കേണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. അതൊന്നും സാരമില്ല സർ. ഞാൻ കാരണം സാറിനും കൂടി ബുദ്ധിമുട്ടായല്ലോ എന്നോർത്താ എന്റെ സങ്കടം. സാറ് പറഞ്ഞപ്പോഴാ ഞാൻ കാണിച്ചത് അബദ്ധമായി എന്ന് എനിക്ക് മനസ്സിലായത്. ബയോപ്സിക്ക് എഴുതുന്നതിന് മുൻപ് സാറിനോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കായിരുന്നു. ഏയ് അതിൻ്റെ ഒന്നും കാര്യമില്ലടോ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഫൈൻഡിങ്സ് തന്നെയാണ് പ്രധാനം. മറ്റൊരാളോട് കൺസൾട്ട് ചെയ്യുന്നത് സെക്കൻഡറിയാ. എന്നാലും എന്റെ ആദ്യ ദിവസം എന്ന നിലയ്ക്ക് ഞാൻ അല്പം ആവേശം കാണിച്ചു എന്നത് നേരാണ് ഡോക്ടർ. ഏയ് അങ്ങനെ ഒന്നും കരുതണ്ട. തന്റെ പ്രശ്നം പേഷ്യന്റ് തന്റെ പഴയ ശത്രുവായി പോയതാ. പിന്നെ തന്നെ ഞാൻ കുറെ ഇൻസൾട്ട് ചെയ്തെന്ന് എനിക്കറിയാം. ഗൗരി അതൊന്നും മനസ്സിൽ വച്ചേക്കരുത്. എന്റെ മകളുടെ മുമ്പിൽ വെച്ച് മനഃപൂർവ്വം ഞാൻ തന്നെ വഴക്ക് പറഞ്ഞത്. തന്നോട് ഞാനൊരു സോഫ്റ്റ് കോർണർ കാണിച്ചെന്ന് അവൾക്ക് തോന്നാതിരിക്കാനാ.